ശരീരഭാരം കുറയ്ക്കുവാനായിട്ട് എളുപ്പവഴികൾ തേടി നടക്കുന്നവരും അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇനി നിങ്ങളുടെ ശരീരഭാരം ഒരിക്കലും കൂടണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും കാരണം ഒരു 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരഭാരം വളരെ കുത്തനെ കൂടുന്നത് കാണാറുണ്ട്. അതിനുള്ള റീസൺസ് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയും ഒന്ന് മുഴുവനായി കണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ശരീരഭാരം കൂടുതലുണ്ടെങ്കിലും അവർക്കും എൻ്റെ ഈ പേജ് അവർക്കും ഒന്ന് അറിവിലേക്കായിട്ടൊന്ന് അയച്ചിടുക. കാര്യം അവർക്കത് ഉപകാരപ്പെട്ടിരിക്കും. കാര്യം ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് ആണ്. ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രൊഫഷൻ ഫിറ്റ്നസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് റീലുകൾ വരാറുണ്ട്. അതിൽ പറയുന്നതിൽ 90% കാര്യങ്ങളും വളരെ മിസ്ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ശരീരഭാരം കുറയത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും സീരിയസ്ലി. അതിൽ കൃത്യമായിട്ട് പറയുന്നതുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് ഏതാണ് കൃത്യം ഏതാണ് മോശമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ ഇന്ന് എന്നെ വിളിച്ച ഒരാൾ ഫ്രൂട്ട്സിനെ പറ്റിയൊരു കാര്യം പറഞ്ഞു. അവർ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ധാരാളം ആളുകൾ ഈ തെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും ശരീരഭാരം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതല്ല. എല്ലാ ഫ്രൂട്ട്സും നല്ലതാണെങ്കിലും ചില ഫ്രൂട്ട്സുകൾ ഹൈ കാലറി ഉള്ളതാണ്. അത് ശരീരഭാരം കുറയ്ക്കാൻ അത്ര ഹെൽത്തി അല്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണ്, ഹെൽത്തി അല്ലാത്ത ഫ്രൂട്ട്സ് ഏതാണ്? ഹെൽത്തി മീൻസ് ശരീരഭാരം കുറയ്ക്കാൻ നല്ല ഫ്രൂട്ട്സ് ഏത്? എല്ലാം ഹെൽത്തി തന്നെയാണ്. അപ്പോൾ ശരീരഭാരം കൂടാൻ കാരണമാകുന്ന കുറച്ച് ഫ്രൂട്ട്സ് പറഞ്ഞുതരാം. അതായത് ഒരു വണ്ണമുള്ള ആളുകൾ വളരെയധികം കുറയ്ക്കേണ്ട അല്ലെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കി വിടേണ്ട ഫ്രൂട്ട്സ് ആണ് മാമ്പഴം, അല്ലെങ്കിൽ ഏത്തപ്പഴം, അതുപോലെ തന്നെ ചക്ക, ജാക്ക് ഫ്രൂട്ട്, ഈത്തപ്പഴം, മുന്തിരി, അതുപോലെ തന്നെ വളരെ മധുരമുള്ള അല്ലെങ്കിൽ ഉണക്ക മുന്തിരി ആയിരുന്നാലോ അല്ലെങ്കിൽ ഷുഗറി ആയിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന ഫ്രൂട്ട്സ് ആയിരുന്നാലോ ഇതൊക്കെ നിങ്ങളുടെ ശരീരഭാരം കൂടുവാനായിട്ട് കാരണമാവും. ഇനി ഏതൊക്കെയാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വണ്ണമുള്ള ഒരാൾ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ PCOD ഉള്ള ഒരാൾ കൺസ്യൂം ചെയ്യേണ്ട ഫ്രൂട്ട്സ് അത് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഗ്രീൻ ആപ്പിൾ ആണ്. കാര്യം അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. സോ ഗ്രീൻ ആപ്പിൾ നല്ലതാണ്, പേരയ്ക്ക നല്ലതാണ്, അതുപോലെ അധികം പഴുക്കാത്ത പപ്പായത്ത് നല്ലതാണ്, ഓറഞ്ച്, മൊസംബി ഒക്കെ നല്ലതാണ്, ബെറീസ് വളരെ നല്ല ഓപ്ഷൻസ് ആണ്. ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസോ PCOD ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഫ്രൂട്ട്സ്. മറ്റൊരു സംശയമാണ് മിക്ക ആളുകളും ചോദിക്കുന്നത് പ്രോട്ടീനെ പറ്റിയിട്ട്. എന്താണ് ലീൻ പ്രോട്ടീൻ, എന്താണ് നോൺ ലീൻ പ്രോട്ടീൻ? വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കഴിക്കേണ്ടത് ലീൻ പ്രോട്ടീൻ ആണ്. അപ്പൊ എന്താണ് ലീൻ പ്രോട്ടീൻ, എങ്ങനെയാണ് നമുക്ക് ലീൻ പ്രോട്ടീൻ മനസ്സിലാവുന്നത്, അതെങ്ങനെയാണ് നമുക്ക് വണ്ണം കുറയ്ക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിരിക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഒരു കസ്റ്റം ചെയ്യുള്ള ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പെർഫെക്റ്റ് ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോൾ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കുറേ നേരം സംസാരിച്ച് നിങ്ങളുടെ എല്ലാ കണ്ടീഷൻസും മനസ്സിലാക്കി ഒരു മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി മാത്രം കസ്റ്റം ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കാം. ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ അതൊരു പെയ്ഡ് ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഉറപ്പായിട്ടും. കാര്യം അത്രയും പണിപ്പെട്ടായിരിക്കും ആ ഡയറ്റ് പ്ലാൻ ചെയ്തെടുക്കേണ്ടത്. സോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആയിട്ട് എന്റെ പേജ് വന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അവർക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോട്ടീനെ പറ്റി സംസാരിക്കാം. ബൈ.